സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഇടുക്കിയിലെ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ജൂലൈയിൽ അടച്ചുപൂട്ടുമെന്ന ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട്. സാഹസിക വിനോദ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക സംഘത്തിന് ജില്ലാ കളക്ടർ നിർദ്ദേശം കൊടുത്തു. ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കാണാം. നമ്മുടെ ടൂറിസ്റ്റുകളുടെ ജീവൻ അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റുന്ന രീതിയിലുള്ള സാധ്യതകൾ ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് സുരക്ഷാ ഉപകരണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ എന്തൊക്കെയാണ് നിഷ്കർഷിച്ചിട്ടുള്ളത് അത്തരം എല്ലാ സംവിധാനത്തോടും കൂടി മാത്രമേ അവയെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ. ഈ പരിശോധന കഴിഞ്ഞ് നമ്മൾ ഇതിൽ നിന്ന് പോലീസിൽ നിന്നും കൂടെ റിപ്പോർട്ട് തേടിയിരുന്നു. പോലീസിൻ്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവർ കുറേ ഇതേപോലെ ചില മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടും ഈ ജൂണിൽ തന്നെ ലഭ്യമാക്കി ജൂലൈയോടും കൂടിയിട്ട് കൃത്യമായ നടപടികൾ സ്വീകരിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചില ടൂറിസം പദ്ധതികൾ അനുമതിയില്ലാതെയും അതുപോലെ തന്നെ പട്ടയ വ്യവസ്ഥകൾ ലംഘിച്ചൊക്കെ നിർമ്മാണം നടത്തിയതായിട്ട് അതും വിവരം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ സാങ്കേതിക സമിതിയുടെയും കൂടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിക്കുന്നതാണ്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ചേരുന്നു. പറയൂ രാഹുൽ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇടുക്കിയിലെ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കളക്ടർ നിയോഗിച്ചൊരു പ്രത്യേക സമിതി അന്വേഷണം നടത്തി വരികയാണ്. 7 അംഗ സംഘമാണ് പരിശോധന നടത്തുന്നത്. അവരുടെ പ്രാഥമിക പരിശോധനയിൽ തന്നെ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത് അനുമതി ഇല്ലാതെ എന്നുള്ളതാണ്. മാത്രമല്ല അപകടകരമായ രീതിയിലാണ് ഈ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും പ്രാഥമികമായിട്ട് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ മാസം തന്നെ ആ സമിതിയുടെ അന്വേഷണം പൂർത്തിയാക്കി കളക്ടറിന് റിപ്പോർട്ട് സമർപ്പിക്കും. ജൂലൈ മാസത്തിൽ ഈ അനുമതിയില്ലാതെ അല്ലെങ്കിൽ അപകടകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടും എന്നുള്ളതാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ആനച്ചാലിലെ സ്കൈ ഡൈനിങ്ങിൽ ആളുകൾ കുടുങ്ങിയതിന് പിന്നാലെയാണ് റവന്യൂ വകുപ്പിന്റെ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു പ്രത്യേക പരിശോധന ഇത്തരത്തിൽ ആരംഭിച്ചത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അമ്യൂസ്മെന്റ് പാർക്കിലുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ആ പരിശോധനയുടെ വേഗം ഇടുക്കിയിൽ എത്രയും വേഗം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശത്തിൽ വരെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഓറഞ്ച് റെഡ് സോണിൽ ഉൾപ്പെടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഈ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. അതായത് നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് യാതൊരു തരത്തിലുള്ള രേഖകളുമില്ലാതെ അനധികൃതമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉണ്ട്. അതിനെതിരെയും അതുപോലെ തന്നെ ഈ മാലിന്യങ്ങൾ ഉൾപ്പെടെ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഈ പുഴയോരങ്ങളിലേക്ക് ഉൾപ്പെടെ മാലിന്യം ഒഴുക്കുന്ന ചില അമ്യൂസ്മെന്റ് പാർക്കുണ്ട്, അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അതിനെതിരെയും ഉൾപ്പെടെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് ഇപ്പോൾ എന്തായാലും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഭൂരിഭാഗം സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത് അനുമതിയില്ലാതെ അതുപോലെ തന്നെ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഇടുക്കിയിലെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.